വിശുദ്ധ ഗീവർഗീസ് സഹദായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടെ മതമൈത്രിയുടെ ചെമ്പെടുപ്പ് റാസ ചന്ദനപ്പള്ളിയെ വിശ്വാസ സാഗരമാക്കി മാറ്റി. പ്രദേശവാസികളായ വിശ്വാസ സമൂഹത്തിനു പുറമെ ചരിത്രപ്രസിദ്ധമായ ചെമ്പെടുപ്പ് റാസയിൽ പങ്കുകൊള്ളുന്നതിന് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ഒഴുകിയെത്തി. പൊൻകുരിശും വെള്ളിക്കുരിശും പതാകയുമേന്തി വാദ്യമേളങ്ങളും ചെമ്പെടുപ്പ് റാസയുടെ ഭാഗമായുള്ള ഘോഷയാത്രയെ വർണ്ണാഭമാക്കി. ചന്ദനപ്പള്ളി പ്രദേശത്തെ ഗ്രാമ നഗര വീഥികളെ ഭക്തിസാഗരമാക്കിയാണ് റാസ കടന്നുപോയത്. വിശ്വാസ വഴിയിൽ പരമ്പരാഗതമായി പകർന്നു കിട്ടിയ ആചാര അനുഷ്ഠാനങ്ങൾ നിറഞ്ഞതാണ് ചെമ്പെടുപ്പ് റാസ. അങ്ങാടിക്കൽ വടക്കുള്ള പുരാതനമായ നായർ തറവാട്ടിലെ കാരണവരാണ് ചെമ്പിൽ ആദ്യം അരിയിട്ടുകൊണ്ട് ചെമ്പെടുപ്പ് നേർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നത്. വിശ്വാസ സമർപ്പണത്തിന്റെ ഭാഗമായി 150 പറ അരി ആവിയിൽ പുഴുങ്ങിയെടുത്ത് ഭക്തർക്കായി പങ്കുവയ്ക്കുന്നു. പാതകളെ ഭക്തിസാന്ദ്രമാക്കിയ റാസ കടന്നു പോകുമ്പോൾ പാതയുടെ ഇരുവശവുമുള്ള വീടുകൾക്ക് മുമ്പിൽ വിശ്വാസികൾ ജാതിമത ഭേദമന്യേ നേർച്ചയർപ്പിച്ച് സ്വീകരണവും വരവേൽപ്പും നൽകി ആദരിക്കുന്നു. മലങ്കര സഭയുടെ ആഗോള തീർത്ഥാടന കേന്ദ്രമാണ് ഗീവർഗീസ് സഹദായുടെ തിരുശേഷിപ്പുള്ള ചന്ദനപ്പള്ളി. ബെസോലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ ബാവയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കുര്യാക്കോസ് മാർ ക്ലിമിസ് അധ്യക്ഷത വഹിച്ചു. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി, ചിറ്റയം ഗോപകുമാർ MLA, PV ജോർജ് ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ജോർജ് തുടങ്ങി നിരവധി പ്രമുഖർ സന്നിഹിതരായിരുന്നു. ചരിത്രപ്രസിദ്ധവും ഭക്തി നിർഭരവുമായ ചെമ്പെടുപ്പ് റാസയോടെ ചന്ദനപ്പള്ളി പെരുന്നാൾ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.